നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണീർ തോരുന്നില്ല. കുന്നരുവിൽ വാഹനാപകടത്തിൽ മരിച്ച 5 പേർക്കും വാഗാതിർത്തിയിൽ അപകടത്തിൽ മരിച്ച കരുവള്ളൂരിലെ ശ്രീനന്ദനയ്ക്കും നാടിന്റെ യാത്രാമൊഴി. പയ്യന്നൂരിൽ അക്രമത്തിനിരയായ BJP പ്രവർത്തകരുടെ വീടുകൾ BJP ദേശീയ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. പഴയങ്ങാടി മുട്ടുകണ്ടി ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചില്ല. അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. പെൺകൂട്ടായ്മയിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് ചെറുപുഴ പാറക്കടവ് പ്ലാവിനടി അനശ്വര കുടുംബശ്രീ. മാട്ടൂൽ കുപ്പംപുഴ സംരക്ഷണത്തിന് സമഗ്ര പദ്ധതിയുമായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച കുന്നൂർ കാരന്താട് ടിപ്പർ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ പിഞ്ചുകുഞ്ഞുൾപ്പെടെ 5 പേർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വടക്കമ്പാട്ടെ കാനച്ചേരി ഗണേശൻ, ഭാര്യ ലളിത, മക്കൾ ലിഷ്ണ, ഗണേശന്റെ സുഹൃത്ത് ശ്രീജിത്തിന്റെ മകൾ ആരാധ്യ, കാരന്താട്ടെ ദേവകി എന്നിവരുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച ഉച്ചയോടെ സംസ്കരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഓട്ടോ ഡ്രൈവർ കാനാച്ചേരി ഗണേശന്റെയും ഭാര്യ ലളിത, മകൾ ലിഷ്ണ എന്നിവരുടെ മൃതദേഹങ്ങൾ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഗണേശൻ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയും മകൾ ലിഷ്ണ ഇവിടെ 2ാം തരം വിദ്യാർത്ഥിനിയുമാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ഗണേശന്റെ സുഹൃത്ത് ശ്രീജിത്ത്, ആശാ ദമ്പതികളുടെ മകൾ 3 വയസ്സുകാരി ആരാധ്യയുടെ മൃതദേഹം ചീമേനിയിലുള്ള മാതാവിന്റെ ബന്ധുക്കൾക്ക് കാണിച്ച ശേഷം 5 പേരുടെയും മൃതദേഹം ആംബുലൻസുകളിൽ ഉച്ചക്ക് 1:45 കുന്നരു കാരന്താട്ടെ ഷേണായി മന്ദിരത്തിലും പൊതുദർശനത്തിന് വെച്ചു. വൻ ജനക്കൂട്ടമാണ് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നത്. പിന്നീട് വടക്കുംപാട് GMUP സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു. കേരള സർക്കാരിനു വേണ്ടി തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MLA മാരായ TV രാജേഷ്, AN ഷംസീർ, C കൃഷ്ണൻ, M രാജഗോപാൽ എന്നിവരും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണൻ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മസൂദനൻ എന്നിവരും എത്തിയിരുന്നു. കാരന്താട്ടെ ദേവകിയുടെ മൃതദേഹം ഉച്ചക്ക് 3 മണിയോടെ കാരന്താട്ടെ പൊതുശ്മശാനത്തിലും സംസ്കാരം നടത്തി. ഗണേശൻ, ഭാര്യ ലളിത, മകൾ ലിഷ്ണ എന്നിവരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചതിനു ശേഷം പിന്നീട് പുന്നാക്കടവിന് സമീപത്തെ സമുദായ ശ്മശാനത്തിലും ആരാധ്യയുടെ മൃതദേഹം വടക്കുംപാട് സമുദായ ശ്മശാനത്തിലും സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിലും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എത്തിച്ചേർന്നത്. കണ്ണീരണിഞ്ഞ് രാമന്തളി. ഒരു കുടുംബത്തിലെ 3 പേരടക്കം 5 പേരെയാണ് വെള്ളിയാഴ്ചയുണ്ടായ ടിപ്പർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. രാമന്തളി ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. ഒരു കുടുംബത്തിലെ 3 പേരും പിഞ്ചു കുഞ്ഞുമുൾപ്പെടെ 5 പേരുടെ ദാരുണാന്ത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാമന്തളി ഗ്രാമം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകട വിവരമറിഞ്ഞതു മുതൽ രാമന്തളിയിലും കുന്നരുവിലും ശ്മശാന മൂകതയാണ്. രാമന്തളി പഞ്ചായത്തിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഹർത്താൽ ആചരിച്ചു. മരണമടഞ്ഞ ഗണേശൻ എല്ലാവർക്കും പ്രിയങ്കരനാണ്. വലിയൊരു സൗഹൃദ വലയം ഇയാൾക്കുണ്ട്. ഗണേശനും ഭാര്യ ലളിതയും മകളും മരണമടഞ്ഞതോടെ കുടുംബത്തിൽ ഇനി മകൻ ജിഷ്ണു തനിച്ചായി. ഗണേശന്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ശ്രീജിത്തിന്റെ 3 വയസ്സുള്ള മകൾ ആരാധ്യയെയും കുന്നരുവിലെ ദേവകിയെയും മരണം തട്ടിയെടുത്തു. ഉറ്റവരുടെ വേദനയിൽ നാട് മുഴുവൻ പങ്കുചേർന്നിരിക്കുകയാണ്. പരുക്കേറ്റവർക്ക് ചികിത്സാധന സഹായം ലഭ്യമാക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശനിയാഴ്ച രാവിലെയോടെയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചത്. മോർച്ചറിയിലെത്തി മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച ശേഷമാണ് ICUവിലെത്തി ബാക്കിയുള്ളവരെ മന്ത്രി കണ്ടത്. വെള്ളിയാഴ്ച രാത്രിയോടെ മരണസംഖ്യ 5ആയി ഉയർന്നിരുന്നു. ഓട്ടോ ഡ്രൈവർ ഗണേശൻ, ഭാര്യ നളിനി, മകൾ ലിഷ്ണ, ദേവകി, ആശ, ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി ആരാധ്യ എന്നിവരാണ് മരിച്ചത്. ആശ, ഭർത്താവ് ശ്രീജിത്ത്, ആതിര, അനിൽ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ധനസഹായം ജില്ലാ കളക്ടർ മുഖേന ലഭ്യമാക്കുമെന്നും മറ്റു സഹായധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് ജില്ലാ കളക്ടർ മുഖേന നൽകേണ്ട പരമാവധി സഹായങ്ങൾ അവിടെ
ഉടനെ എത്തിച്ചു കൊടുക്കും കുടുംബത്തിന്. മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ഞാൻ മുഖ്യമന്ത്രിയുടെ സംസാരിക്കുകയായിരുന്നു. അടുത്ത യോഗത്തിൽ തന്നെ മറ്റ് സഹായ നടപടികൾ പരമാവധി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള നടപടിക്രമം ചെയ്യും. ഞാൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. കളക്ടർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ ക്രമീകരണമൊക്കെ നടത്തി അടിയന്തരമായി ആ റിപ്പോർട്ടോടുകൂടി വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുന്നതിനാവശ്യമായ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷിനൊപ്പമാണ് മന്ത്രി ആശുപത്രിയിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജില്ലാ കലക്ടർ അടിയന്തര ധനസഹായം വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം കുന്നരുവിൽ ടിപ്പർ അപകടത്തിൽ മരണപ്പെട്ട 5 പേരുടെ കുടുംബങ്ങൾക്ക് ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അടിയന്തര ധനസഹായം നൽകി. ശനിയാഴ്ച രാവിലെ കലക്ടറും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം മരിച്ചവരുടെ വീട്ടിലെത്തി 10,000 രൂപ നൽകുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം സർക്കാരിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അനുവദിക്കാനുള്ള നടപടി ആരംഭിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. ജനങ്ങൾ ഒഴുകിയെത്തി വാഗ അതിർത്തിയിൽ അപകടത്തിൽ മരിച്ച കരുവള്ളൂർ പെരളത്തെ ശ്രീനന്ദനയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാഗ അതിർത്തിയിൽ പരേഡ് കാണുന്നതിനിടെയായിരുന്നു മലയാളി ബാലിക ശ്രീനന്ദന മരിച്ചത്. സൈനിക പരേഡ് കാണാനുള്ള ഗാലറിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാർപ്പിന് ഉപയോഗിച്ച തകര ഷീറ്റുകൾ മണ്ണുമാന്തി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടെ ഇരുമ്പ് തൂൺ തലയിൽ പതിച്ചാണ് മരണം സംഭവിച്ചത്. അമൃത്സറിലെ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം വെള്ളിയാഴ്ച രാത്രിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നാട്ടിലെത്തിച്ചത്. രാവിലെ 9:30 ആംബുലൻസിൽ മൃതദേഹം കരുവള്ളൂരിലെത്തിച്ചു. വഞ്ചനക്കൂട്ടമാണ് മൃതദേഹം കാണാൻ വീട്ടുപരിസരത്ത് തിങ്ങി നിറഞ്ഞത്. ശ്രീകൃഷ്ണൻ MLA, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ, K. നാരായണൻ തുടങ്ങി നിരവധി പ്രമുഖർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. 10:30 പെരളത്തെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. വടകര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലെ MAVI കരുവള്ളൂർ പെരളത്തെ KV പ്രേമരാജന്റെയും കൊല്ലത്തെ നാഗലക്ഷ്മിയുടെയും മകളാണ് ശ്രീനന്ദന. പയ്യന്നൂരിൽ അക്രമത്തിനിരയായ BJP പ്രവർത്തകരുടെ വീടുകൾ BJP ദേശീയ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സംഘത്തിന്റെ സന്ദർശനം. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് MPമാരുടെ സംഘം ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച രാവിലെയോടെ സംഘം പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലെയും BJP പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചത്. BJP ദേശീയ നേതാക്കളായ H. രാജ, ഭുവനേന്ദ്ര യാദവ്, നളിൻ കുമാർ ഗഡ്കിൽ, ആനന്ദ് ഹെഗ്ഡെ എന്നിവരും സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഉൾപ്പെടുന്ന സംഘമാണ് പയ്യന്നൂരിൽ പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചത്. കൊല്ലപ്പെട്ട അന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ്റെ വീടും കൊലപാതകത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ കേടുപാടുകൾ സംഭവിച്ച BJP പ്രവർത്തകരുടെ വീടുകളും പ്രവർത്തകരെയും നേരിട്ട് കണ്ടും സംഘം വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് കുന്നൂർ കാരന്താളിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ വീടുകളും സംഘം സന്ദർശിച്ചു. വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഞായറാഴ്ച സംഘം ഗവർണറെയും ഹോം സെക്രട്ടറിയും DGPയും നേരിട്ട് കണ്ട് കണ്ണൂർ ജില്ലയിൽ BJP പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിനും റിപ്പോർട്ട് സമർപ്പിക്കും. പഴയങ്ങാടി മുട്ടുകണ്ടി ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചില്ല. അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഴയങ്ങാട് മുട്ടുകണ്ടി റോഡ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. മുട്ടുകണ്ടി മുതൽ പഴയങ്ങാടി മത്സ്യമാർക്കറ്റ് വരെ ടാറിങ്ങും മത്സ്യമാർക്കറ്റ് മുതൽ പഴയങ്ങാടി മെയിൻ റോഡ് വരെ ഇന്റർലോക്ക് ചെയ്യാനുമായിരുന്നു പദ്ധതി. ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായെങ്കിലും ഇന്റർലോക്ക് പ്രവൃത്തി പാതി വഴിയിൽ നിലക്കുകയായിരുന്നു. ഇന്റർലോക്ക് പ്രവൃത്തിക്ക് കൊണ്ടുവന്ന ഇന്റർലോക്ക് ഗുണനിലവാരമില്ലാത്തവയാണെന്ന് എഞ്ചിനീയറിംഗ് വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രവൃത്തി നിലച്ചത്. പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് MLA ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ പ്രവൃത്തി പൂർത്തിയായില്ല. കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ട റോഡിലൂടെയാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. കരാറുകാരനെ കൊണ്ട് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ പറ്റാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മൾ ഈ റോഡ് റിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ റിപ്പയർ എത്തിയിട്ടില്ല. കാരണം ഇന്റർലോക്കെല്ലാം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ മത്സ്യം വാങ്ങാൻ പറ്റുന്ന വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ വെച്ചാൽ ഇന്റർലോക്ക് കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഇന്റർലോക്ക് ഇതെല്ലാം കോൺട്രാക്ടറിന്റെ അനാസ്ഥ കാരണമാണ്.
മറ്റുള്ള അരസ്ഥാനൊന്നുമല്ല. പിന്നെ ഓടക്കാരെ ഒരു തെരുവിട കളി കളിച്ച് പിന്നെ അതുകൊണ്ട് ഈ റോഡാണെങ്കിൽ മത്സ്യം വാങ്ങാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ മുട്ടോണ്ടിക്കളിലെ റോഡ് ആണെങ്കിൽ കംപ്ലീറ്റ് പൊളിഞ്ഞ് ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് താറിങ്ങാണ് കംപ്ലീറ്റ്. പഴയങ്ങാടി മത്സ്യ മാർക്കറ്റിലെ ഇന്റർലോക്കിംഗ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാട്ടൂൽ കുപ്പംപുഴ സംരക്ഷണത്തിന് സമഗ്ര പദ്ധതിയുമായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. പുഴയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV അലി. മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും കൊണ്ട് മാട്ടൂൽ കുപ്പംപുഴ മാലിന്യപ്പുഴയായി മാറി. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ഇത് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് KV അലിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. പുഴയിലെ മാലിന്യ നിക്ഷേപം തടയാൻ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. മത്സ്യത്തൊഴിലാളികൾ, പൊതുപ്രവർത്തകർ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വ്യാപാരികൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് ജാഗ്രതാ സമിതി. കല്യാണ വീടുകളിൽ പ്ലാസ്റ്റിക്, ഫൈബർ എന്നിവ പരമാവധി ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി. ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കും. പുഴയിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കുമെന്നും മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് KV അലി പറഞ്ഞു. ഈ ചിക്കൻ വേസ്റ്റ്, ചിക്കൻ സ്റ്റാളുകാരെയും അതുപോലെ തന്നെ അറവ് മാലിന്യം പുഴയിൽ അവരെയും ഒക്കെ വിളിച്ച് ഇന്ന് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മീറ്റിങ്ങിൽ അവരോട് പിന്നെ കർശനമായിട്ട് അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ചിക്കൻ വേസ്റ്റ് പുഴയിൽ തള്ളരുത്. പുഴയിൽ തള്ളിയാൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന ശിക്ഷാ നടപടി എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 25,000 രൂപ വരെ ഫൈൻ നമ്മൾ ഈടാക്കുന്നതും. മാട്ടൂൽ പട്ടുവംപുഴ സംരക്ഷണം യാഥാർത്ഥ്യമാകണമെങ്കിൽ മാട്ടൂൽ മാതൃക നടപ്പാക്കാൻ സമീപ പഞ്ചായത്തുകൾ കൂടി തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള കർഷക സംഘം കരുവള്ളൂർ സൗത്ത് വില്ലേജ് സമ്മേളനം AV സ്മാരക സ്കൂൾ ഹാളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KV ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്നങ്ങളായ നേതാക്കളാണ് കൃഷിക്കാരെയും തൊഴിലാളികളെയും കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ ആകണമെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായിട്ടുള്ള സമ്മേളനത്തിൽ KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയം P മുരളീധരനും അനുശോചന പ്രമേയം NV നാരായണനും റിപ്പോർട്ട് TK സുരേന്ദ്രനും അവതരിപ്പിച്ചു. PP ഭാസ്കരൻ മാസ്റ്റർ, MV സുകുമാരൻ, MP കരുണാകരൻ, അപ്യാൽ രാഘവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുക, കുണിയൻ വയലിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ പരിഹാരം കാണുക എന്നിവ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പെൺകൂട്ടായ്മയിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് ചെറുപുഴ പാറക്കടവ് പ്ലാവിനടി അനശ്വര കുടുംബശ്രീ. പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി ഓരോ കുടുംബശ്രീ അംഗങ്ങളും ഒരു നേരമെങ്കിലും വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യണമെന്ന നിർദ്ദേശത്തിൻ്റെ ഫലമാണ് ഈ പ്രവൃത്തി. ഈസ്റ്റേളരി പഞ്ചായത്തിൽ ആദ്യമായി വിളവെടുപ്പിന് തയ്യാറായ പച്ചക്കറികൾ ഇവരുടെ കുടുംബശ്രീയിലേതാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. മധുരക്കിഴങ്ങും കൂർക്കയും കോവലും തുടങ്ങി ചെരപ്പ് കൃഷി വരെയുണ്ട് ഇവരുടെ തോട്ടത്തിൽ. 20ഓളം വരുന്ന അംഗങ്ങളുടെ ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ ഫലം പൂവിട്ട് കാഴ്ച നിൽക്കുമ്പോൾ ഇവരുടെ മുഖത്തെ നിർവൃതി ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. പയറ്, കക്കിരി, വെണ്ട, ചീര, വഴുതിന, പച്ചമുളക്, മത്തൻ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 17 മെമ്പർമാർ കൂടി നല്ല നിലയിൽ തന്നെ ഈ പച്ചക്കറി കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് ഉത്സവം ഒരാഴ്ച കഴിഞ്ഞ് മെമ്പറേയും കൂടി കൂട്ടിച്ചേർത്ത് ഉത്സവമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിൽ സമയം കഴിഞ്ഞുള്ള സമയത്തും അവധി ദിവസങ്ങളിലും അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയുടെ വിളവെടുപ്പ് ഉടൻ നടത്താനുള്ള ശ്രമത്തിലാണിവർ. ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് 100 മേനി വിളയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കൂടിയാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വലിയപറമ്പ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം സെപ്റ്റംബർ 19 തിങ്കളാഴ്ച നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 2 മാസക്കാലം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന പ്രോഗ്രാം കൂടി വലിയപറമ്പ് പഞ്ചായത്ത് സമ്മേളനം ചരിത്രമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് വലിയപറമ്പ് പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഒരുങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ കാലത്ത് നടന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ലഹരി, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നിട്ട് അറിയുവാനും. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ജനാബ് MC ഖമറുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികൾക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിക്കും. സിദ്ദിഖ് അലി രങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി 2 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും നടക്കും. ഫുട്ബോൾ ടൂർണമെന്റ്, തലമുറ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, വിദ്യാർത്ഥി സംഗമം, രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, പ്രതിനിധി സമ്മേളനം, വനിതാ സംഗമം, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ക്യാമ്പ് എന്നിവയും
പരിപാടികളുടെ ഭാഗമായി നടക്കും. നവംബർ ആദ്യവാരം സമാപന സമ്മേളനം നടക്കും. പാണക്കാട് ശിഹാബ് തങ്ങൾ സ്മാരക സൗധവും വെളുത്തപൂയ CH മുഹമ്മദ് കോയ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓഫീസിൻ്റെ ഉദ്ഘാടനവും ചടങ്ങിൻ്റെ ഭാഗമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി യൂനുസ് MT, മുഹസിൻ മുഹമ്മദ് KP, സയ്യിദ് M വലിയപറമ്പ, ഷരീഫ് മാടപ്പുറം, ഷിഹാബ് PK എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വെങ്ങര SNDP ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. K രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വെങ്ങര SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായി വിവിധ പരിപാടികൾക്ക് തുടക്കമായി. ചതയ ദിനത്തിൽ പതാകയുയർത്തൽ, സാംസ്കാരിക സമ്മേളനം, സ്കോളർഷിപ്പ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ K രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ദൈവമേ കാത്തുകൊടുക്കുന്നത് അറിവിലുമേറിയറിഞ്ഞിടുന്നവരുടെ നിർവിലുപുറത്തുമുച്ചൊലിക്കും കരുവിന് കണ്ണുകളും മുള്ളുമടക്കി പെരുതരവിൽ മടങ്ങി കൊണ്ടിരണം. എന്താണ് ആ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത്? നമ്മളെല്ലാവരും ഗുരുവിനെ ആരാധിക്കുന്നവർ തന്നെ. ഞാനിപ്പോൾ എത്രയോ വർഷം ഇവിടെ വന്നിട്ട് ഈ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസന്നനായിരുന്നു അല്ലെ. C കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. K ഷൈജു, K പ്രവീൺ എന്നിവർ സംസാരിച്ചു. കൂടച്ചീര കൃഷ്ണൻ സ്കോളർഷിപ്പ് വിതരണവും MK സതീശൻ സമ്മാന വിതരണവും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിച്ചാലം അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 19ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സാംസ്കാരിക സമ്മേളനം രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം TV വിനോദ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൻ്റെ ഭാഗമായി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബ് പരിധിയിലെ ശ്വേത ശശിധരൻ, അനുശ്രീ തമ്പാൻ, വിഷ്ണുപ്രസാദ് പലേരി, ഷംഹ TM എന്നീ വിദ്യാർത്ഥികളെയും സബ് ജില്ലാ ശാസ്ത്ര സെമിനാറിൽ 1ാം സ്ഥാനം നേടിയ സാന്ദ്ര കൃഷ്ണദാസ്, MA പൊളിറ്റിക്കൽ സയൻസിൽ 3ാം റാങ്ക് നേടിയ രാഖിൽ രവീന്ദ്രൻ എന്നിവരെയും അനുമോദിച്ചു. തളിച്ചാലത്ത് ക്ലബ്ബ് നിർമ്മിച്ച ബസ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം CPIM ബ്രാഞ്ച് സെക്രട്ടറി TV ഹരീഷ് ചടങ്ങിൽ നിർവഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീനമായ മാറ്റങ്ങൾക്ക് വലിയ സംഭാവനകൾ ചെയ്ത അതുല്യമായ വ്യക്തിത്വമാണ് UR അനന്തമൂർത്തിയുടെ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഒരു പത്രപ്രസ്താവന നൽകി. രോഗമൊക്കെ ആയിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന വേളയിലാണ്. അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമാണ്: നരേന്ദ്രമോദിയൊക്കെ ഭരിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഗുജറാത്ത് എന്ന് പറയുന്ന വലിയൊരു ദുരന്തം, ഒരു വംശഗത്യ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. സജിത്ത് പലേരി, ശശിധരൻ KV തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കലാഭവൻ മണിയുടെ അനുസ്മരണാർത്ഥം മണിക്കിലുക്കം പരിപാടിയും ക്ലബ്ബ് കലാകാരന്മാർ അവതരിപ്പിച്ച അനശ്വര നൈറ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം ഓണോത്സവം 2016 സമാപിച്ചു. സമാപന സമ്മേളനം ബാംഗ്ലൂർ റോട്ടറി ക്ലബ്ബ് അംഗം സുധാകർ പൈ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘം ഇത്തവണ ഓണാഘോഷം 2016 സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ സംഘം അംഗങ്ങൾക്കുള്ള സ്റ്റിക്ക് വിതരണം ഉദ്ഘാടകൻ സുധാകർ പൈ നിർവഹിച്ചു. കരുതുകയായിരുന്നു ഈ കണ്ണില്ലാത്തവർക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന നേത്രദാനം നമുക്കൊന്ന് ഇത് ചെയ്യണം. ആര് മരിച്ചു കഴിഞ്ഞാലും 8 മണിക്കൂറിനുള്ളിൽ കണ്ണെടുക്കാൻ പറ്റും. ഇങ്ങനെ കണ്ണ് ദാനം ചെയ്യുകയാണെങ്കിൽ 2 കണ്ണ് ദാനം ചെയ്യുകയാണെങ്കിൽ 2 പേർക്കായിട്ട് അത് കാഴ്ച കൊടുക്കാൻ പറ്റും. ഓണക്കിറ്റ് വിതരണവും അനുമോദനവും JCI പിലാത്തറാംഗം സുധിയും മനോജ് കുമാറും നിർവഹിച്ചു. PV രവീന്ദ്രൻ, കണ്ണാട് ജനാർദ്ദനൻ, KV ശോഭന, ഹരിത രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണീർ തോരുന്നില്ല. കുന്നരുവിൽ വാഹനാപകടത്തിൽ മരിച്ച 5 പേർക്കും വാഗാതിർത്തിയിൽ അപകടത്തിൽ മരിച്ച കരുവള്ളൂരിലെ ശ്രീനന്ദനയ്ക്കും നാടിന്റെ യാത്രാമൊഴി. പയ്യന്നൂരിൽ അക്രമത്തിനിരയായ BJP പ്രവർത്തകരുടെ വീടുകൾ BJP ദേശീയ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. പഴയങ്ങാടി മുട്ടുകണ്ടി ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചില്ല. അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. പെൺകൂട്ടായ്മയിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് ചെറുപുഴ പാറക്കടവ് പ്ലാവിനടി അനശ്വര കുടുംബശ്രീ. മാട്ടൂൽ കുപ്പംപുഴ സംരക്ഷണത്തിന് സമഗ്ര പദ്ധതിയുമായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.